ആ സമയത്ത് ഞങ്ങളിലാരും ആ ടൈം മെഷീനിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ടൈം ട്രാവലർ വിശ്വസിക്കാൻ കഴിയാത്തത്ര ബുദ്ധിമാനായ ആൾക്കാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അളക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. അദ്ദേഹത്തിന്റെ സുതാര്യമായ തുറന്നുപറച്ചിലുകൾക്കു പിന്നിൽ പതിയിരിക്കുന്ന വന്യമായൊരു കൗശലം ഞങ്ങൾ എപ്പോഴും സംശയിച്ചു. ഫിൽബി ആയിരുന്നു ആ മാതൃക കാണിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ഇത്രയധികം സംശയിക്കുമായിരുന്നില്ല. കാരണം ഫിൽബിയുടെ ഉദ്ദേശ്യങ്ങൾ വ്യക്തമായിരുന്നു. ഒരു പന്നിയിറച്ചി കച്ചവടക്കാരന് പോലും ഫിൽബിയെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ ടൈം ട്രാവലറുടെ സ്വഭാവത്തിൽ വിചിത്രമായ എന്തോ ഒന്ന് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ബുദ്ധി കുറഞ്ഞ ഒരാളെ പ്രശസ്തനാക്കാൻ പോന്ന കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ കൈകളിൽ വെറും ചെപ്പടി വിദ്യകളായാണ് തോന്നിയത്. കാര്യങ്ങൾ അമിത ലാഘവത്തോടെ ചെയ്യുന്നത് ഒരു തെറ്റാണ്. അദ്ദേഹത്തെ ഗൗരവമായി കണ്ടിരുന്നവർക്ക് പോലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങളെ വിശ്വസിക്കുന്നത് മുട്ടത്തോടുകൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ കുട്ടികളുടെ മുറിയിൽ അലങ്കരിച്ചു വെക്കുന്നതുപോലെ അപകടകരമാണെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് ആ വ്യാഴാഴ്ചയ്ക്കും അടുത്ത വ്യാഴാഴ്ചയ്ക്കുമിടയിൽ ഞങ്ങൾ ടൈം ട്രാവലിങ്ങിനെക്കുറിച്ച് അധികമൊന്നും സംസാരിച്ചില്ല. എങ്കിലും അതിൻ്റെ വിചിത്രമായ സാധ്യതകൾ ഞങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളും കാലഗണനയിൽ വരാവുന്ന പിഴവുകളും അത് സൃഷ്ടിച്ചേക്കാവുന്ന ആശയക്കുഴപ്പങ്ങളും ഞങ്ങളെ അലട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മാതൃക ഉപയോഗിച്ച് കാണിച്ച വിദ്യയായിരുന്നു മനസ്സിൽ നിറയെ. വെള്ളിയാഴ്ച ലിനിയനിൽ വെച്ച് കണ്ടുമുട്ടിയ മെഡിക്കൽ മാനുമായി ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തതോർക്കുന്നു. ട്യൂബിങ്ങിനിൽ വെച്ച സമാനമായ ഒന്ന് കണ്ടിട്ടുണ്ടെന്നും മെഴുകുതിരി കെട്ടുപോയ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ വിദ്യ എങ്ങനെയാണ് കാണിച്ചതെന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അടുത്ത വ്യാഴാഴ്ച ഞാൻ വീണ്ടും റിച്ച്മണ്ടിലേക്ക് പോയി. ടൈം ട്രാവലറുടെ ഏറ്റവും സ്ഥിരതയുള്ള അതിഥികളിൽ ഒരാളായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ സമയം വൈകിയിരുന്നു. സ്വീകരണമുറിയിൽ 4-5 പേർ അപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഒരു കൈയിലൊരു കടലാസും മറുകൈയിൽ വാച്ചും പിടിച്ച് തീപിടുത്തത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ടൈം ട്രാവലറെ തിരഞ്ഞു. ഇപ്പോൾ സമയം 7:30 ഡോക്ടർ പറഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം. എവിടെ അദ്ദേഹം? നമ്മുടെ ആതിഥേയന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. നിങ്ങളിപ്പോൾ വന്നതേയുള്ളൂ. ഇത് കുറച്ച് വിചിത്രമാണ്. അദ്ദേഹത്തിന് വരാൻ എന്തോ അസൗകര്യമുണ്ട്. 7 മണിയായിട്ടും താൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ഭക്ഷണം തുടങ്ങാൻ അദ്ദേഹം ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ എല്ലാം വിശദീകരിക്കാമെന്നും ഭക്ഷണം പാഴാക്കുന്നത് കഷ്ടമാണ്, ഒരു പ്രശസ്ത ദിനപത്രത്തിന്റെ എഡിറ്റർ പറഞ്ഞു. ഉടനെ ഡോക്ടർ മണി മുഴക്കി. കഴിഞ്ഞ തവണത്തെ വിരുന്നിൽ പങ്കെടുത്തവരിൽ ഞാനും ഡോക്ടറും മനഃശാസ്ത്രജ്ഞനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ പുതിയവരായിരുന്നു. നേരത്തെ പറഞ്ഞ എഡിറ്റർ, ഒരു പത്രപ്രവർത്തകൻ, പിന്നെ അധികമൊന്നും സംസാരിക്കാത്ത താടിയുള്ള ലജ്ജാലുവായ അപരിചിതനായ ഒരാളും. ഹായാഹ്നത്തിൽ അയാൾ വായ തുറന്നതേലിയ. ഭക്ഷണമേശയിൽ ടൈം ട്രാവലറുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പലതരം ഊഹാപോഹങ്ങൾ നടന്നു. തമാശരൂപേണ അദ്ദേഹം കാലത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു. എഡിറ്റർക്ക് അതെന്താണെന്നറിയാൻ തിടുക്കമായി. ഒരാഴ്ച മുൻപ് ഞങ്ങൾ കണ്ട ആ വിചിത്രമായ പരീക്ഷണത്തെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞൻ വിവരിക്കാൻ തുടങ്ങി. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് ഇടനാഴിയിൽ നിന്നുള്ള വാതിൽ ശബ്ദമില്ലാതെ സാവധാനം തുറന്നത്. ഞാൻ വാതിലിനഭിമുഖമായാണിരുന്നത്. അതിനാൽ ഞാനാണത് ആദ്യം കണ്ടത്. ഹലോ, ഞാൻ വിളിച്ചു പറഞ്ഞു. ഒടുവിലെത്തിയല്ലോ. വാതിൽ പൂർണ്ണമായി തുറന്നു. ടൈം ട്രാവലർ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകണ്ട് ഞാൻ അത്ഭുതത്തോടെ നിലവിളിച്ചുപോയി. ദൈവമേ, മനുഷ്യ, നിങ്ങൾക്കെന്തുപറ്റി? അദ്ദേഹത്തെ കണ്ടയുടൻ ഡോക്ടർ വിളിച്ചു ചോദിച്ചു. മേശയിലിരുന്നവരെല്ലാം വാതിലിന് നേരെ തിരിഞ്ഞു. എന്തൊരു കോലമായിരുന്നു അത്! അദ്ദേഹത്തിന്റെ കോട്ട് പൊടി പിടിച്ച് അഴുക്കായിരുന്നു. കൈകളിൽ പച്ചനിറം പറ്റിപ്പിടിച്ചിരുന്നു. മുടിയാകെ അലങ്കോലപ്പെട്ടിരിക്കുന്നു. പൊടികൊണ്ടാണോ അതോ നിറം മങ്ങിയതാണോ എന്നറിയില്ല. മുടി നരച്ചതുപോലെ തോന്നി. മുഖം വിളറി വെളുത്ത് പ്രേതത്തെപ്പോലെയായിരിക്കുന്നു. താടിയിൽ ഉണങ്ങിത്തുടങ്ങിയ ഒരു വലിയ മുറിവുണ്ട്. കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചതുപോലെ വല്ലാത്തൊരു ക്ഷീണവും വേദനയും ആ മുഖത്തുണ്ടായിരുന്നു. വെളിച്ചം കണ്ട് കണ്ണ് മഞ്ഞളിച്ചതുപോലെ അയാൾ വാതിക്കൽ അല്പനേരം നിന്നു. പിന്നെ വേച്ചുവേച്ചു മുറിയിലേക്ക് കയറി. കാൽ വ്രണപ്പെട്ട വഴിപോക്കരെ പോലെ അയാൾ മുടന്തിയിരുന്നു. ഒരക്ഷരം മിണ്ടാതെ ഞങ്ങൾ അദ്ദേഹത്തെ തന്നെ ഉറ്റുനോക്കി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വേദനയോടെ മേശക്കരികിലേക്ക് വന്ന് മദ്യത്തിനു നേരെ കൈനീട്ടി. എഡിറ്റർ ഒരു ഗ്ലാസ് ഷാമ്പെയിൻ നിറച്ച് നീക്കി വെച്ചുകൊടുത്തു.
ഒറ്റ വലിക്കത് കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസം ലഭിച്ചതുപോലെ തോന്നി. അദ്ദേഹം മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നവരെ ഒന്ന് നോക്കി. ആ പഴയ ചിരിയുടെ ഒരു നിഴൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞു. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് മനുഷ്യ? ഡോക്ടർ ചോദിച്ചു. ടൈം ട്രാവലർ അത് കേട്ടതായി തോന്നിയില്ല. എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഇടറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾ നിർത്തി, വീണ്ടും ഗ്ലാസ് നീട്ടി, രണ്ടാമതും ഒറ്റ വലിക്കു കുടിച്ചു. ഹാ, അത് നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് തിളക്കം വച്ചു. കവിളുകളിൽ അല്പം ചോരയോട്ടം വന്നു. ഒരു തരം മരവിച്ച അംഗീകാരത്തോടെ അയാൾ ഞങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കി. പിന്നെ ആ ഊഷ്മളമായ മുറിയിലേക്ക് കണ്ണോടിച്ചു. അയാൾ വീണ്ടും സംസാരിച്ചു. വാക്കുകൾക്കായി തപ്പിത്തടയുന്നതുപോലെ തോന്നി. ഞാൻ പോയൊന്ന് കുളിച്ച് വസ്ത്രം മാറട്ടെ, എന്നിട്ട് താഴെ വന്ന് കാര്യങ്ങൾ പറയാം. എനിക്ക് കുറച്ച് ആട്ടിറച്ചി ബാക്കി വെക്കണം. പച്ച മാംസത്തിനു വേണ്ടിയെന്ന പോലെ എനിക്ക് വിശക്കുന്നു. അപൂർവമായി മാത്രം വരാറുള്ള എഡിറ്ററെ നോക്കി അദ്ദേഹം തലയാട്ടി. എഡിറ്റർ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ പറയാം, ടൈം ട്രാവലർ പറഞ്ഞു. എനിക്ക് വല്ലാത്ത മാറ്റം വന്നിരിക്കുന്നു. 1 മിനിറ്റിനുള്ളിൽ ശരിയാകും. അയാൾ ഗ്ലാസ് താഴെ വെച്ച് കോണിപ്പടികൾക്ക് നേരെ നടന്നു. അയാൾ പടികൾ കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ആ മുടന്തും പതുപതുത്ത കാലൊച്ചയും ശ്രദ്ധിച്ചു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കീറിപ്പറഞ്ഞ രക്തം പുരണ്ട വെറും സോക്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കാലിൽ. വാതിലടഞ്ഞു. എനിക്ക് പിന്നാലെ ചെല്ലണമെന്ന് തോന്നി. പക്ഷേ തന്നെക്കുറിച്ച് ആരെങ്കിലും വേവലാതിപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നോർത്ത് ഞാൻ മടിച്ചു നിന്നു. ഒരു നിമിഷം എൻ്റെ ചിന്തകൾ കാടുകയറി. പ്രശസ്ത ശാസ്ത്രജ്ഞന്റെ വിചിത്രമായ പെരുമാറ്റം. പത്രത്തലക്കെട്ട് ചിന്തിക്കും പോലെ എഡിറ്റർ പറയുന്നത് ഞാൻ കേട്ടു. അതെന്നെ വീണ്ടും ആ ഭക്ഷണമേശയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്താണ് കളി? പത്രപ്രവർത്തകൻ ചോദിച്ചു. ഇനി അദ്ദേഹം വല്ല യാചകവേഷവും കെട്ടിയാടുകയാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനഃശാസ്ത്രജ്ഞന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്റെ അതേ ചിന്തകൾ അദ്ദേഹത്തിന്റെ മുഖത്തും ഞാൻ വായിച്ചു. വേദനിച്ചു മുടന്തിക്കൊണ്ട് പടികൾ കയറിപ്പോകുന്ന ടൈം ട്രാവലറെ ഞാൻ ഓർത്തു. മറ്റാരും അദ്ദേഹത്തിന്റെ ആ മുടന്ത് ശ്രദ്ധിച്ചതായി തോന്നിയില്ല. ഈ ആഘാതത്തിൽ നിന്ന് ആദ്യം മോചിതനായത് ഡോക്ടറാണ്. അദ്ദേഹം മണിമുഴക്കി. ഭക്ഷണത്തിന് ചൂടുള്ള പാത്രങ്ങൾക്കായി ജോലിക്കാർ കാത്തുനിൽക്കുന്നത് ടൈം ട്രാവലർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകണ്ട് എഡിറ്റർ ഒരു മുരൾച്ചയോടെ കത്തിയും മുള്ളുമെടുത്തു. മൗനാനായ മനുഷ്യനും അത് പിന്തുടർന്നു. ഭക്ഷണം തുടർന്നു. സംഭാഷണങ്ങൾ അല്പനേരം അത്ഭുതം നിറഞ്ഞതായിരുന്നു. പിന്നെ എഡിറ്ററുടെ ആകാംക്ഷ അതിരുകടന്നു. നമ്മുടെ സുഹൃത്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ തെരുവ് വൃത്തിയാക്കാൻ ഇറങ്ങിയതാണോ, അതോ നെബൂക്കത്ത് നസറിനെ പോലെ വല്ല ഭ്രാന്തം പിടിച്ചോ? അദ്ദേഹം പരിഹസിച്ചു. ഇത് ആ ടൈം മെഷീൻ്റെ കാര്യമാണെന്ന് ഉറപ്പാണ്, ഞാൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ ഞാൻ വീണ്ടും വിശദീകരിച്ചു. പുതിയ അതിഥികൾക്ക് കാര്യമൊന്നും വിശ്വാസമായില്ല. എഡിറ്റർ എതിർപ്പുകൾ ഉന്നയിച്ചു. എന്താണ് ഈ കാലത്തിലൂടെയുള്ള സഞ്ചാരം? ഒരു മനുഷ്യന് പൊടി പിടിക്കാൻ വേണമെങ്കിൽ ഒരു പാരഡോക്സിൽ കിടന്ന് ഉരുളാമല്ലോ. കാര്യം പിടികിട്ടിയപ്പോൾ അയാൾ കാരിക്കേച്ചർ വരയ്ക്കും പോലെ പരിഹസിച്ചു. ഭാവി കാലത്ത് ഉടുപ്പ് വൃത്തിയാക്കാൻ ബ്രഷൊന്നുമില്ലേ? പത്രപ്രവർത്തകനും ഒട്ടും വിശ്വസിച്ചില്ല. അയാളും എഡിറ്ററുടെ കൂടെ ചേർന്ന് കാര്യങ്ങളെ പരിഹസിച്ചു ചിരിച്ചു. രണ്ടുപേരും പുതിയ തരം പത്രപ്രവർത്തകരായിരുന്നു. ഒന്നിനെയും ഗൗരവമായി കാണാത്ത, ഉല്ലസിച്ചു നടക്കുന്ന ചെറുപ്പക്കാർ. മറ്റന്നാൾ നിന്നുള്ള നമ്മുടെ പ്രത്യേക ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. പത്രപ്രവർത്തകൻ ഉറക്കെ വിളിച്ചു പറയുമ്പോഴാണ് ടൈം ട്രാവലർ തിരിച്ചെത്തിയത്. അദ്ദേഹം സാധാവസ്ത്രങ്ങൾ ധരിച്ചിരുന്നെങ്കിലും ആ മുഖത്തെ ക്ഷീണവും തളർച്ചയും മാറിയിരുന്നില്ല. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ അടുത്ത ആഴ്ചയുടെ മധ്യത്തിലേക്ക് യാത്ര പോയെന്നാണ്, എഡിറ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റോസ്ബെറിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ വല്ലതുമുണ്ടോ? കഥ പറയാൻ എന്തു വേണം? ടൈം ട്രാവലർ ഒരക്ഷരം മിണ്ടാതെ തനിക്കായി മാറ്റിവെച്ച കസേരയിൽ വന്നിരുന്നു. പഴയതുപോലെ ശാന്തമായി അദ്ദേഹം പുഞ്ചിരിച്ചു. എവിടെ എൻ്റെ ആട്ടിറച്ചി? അദ്ദേഹം ചോദിച്ചു. മാംസത്തിൽ ഫോർക്ക് കുത്തിയിറക്കുന്നത് തന്നെ എന്തൊരാനന്ദമാണ്. കഥ പറയൂ, എഡിറ്റർ വിളിച്ചു പറഞ്ഞു. കഥയൊക്കെ നശിക്കട്ടെ, ടൈം ട്രാവലർ പറഞ്ഞു. എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണം. എന്റെ സിരകളിൽ അല്പം ഊർജമെത്താതെ ഞാൻ ഒരു വാക്കുപോലും പറയില്ല. നന്ദി. ആ ഉപ്പിങ്ങെടുക്കൂ. ഒരൊറ്റ വാക്ക്. ഞാൻ ചോദിച്ചു. നിങ്ങൾ കാലത്തിലൂടെ സഞ്ചരിച്ചോ? വായ്നിറയെ ഭക്ഷണവുമായി തലയാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതെ. ഓരോ വരിയുടെയും പകർപ്പവകാശത്തിന് ഞാൻ പണം നൽകാം, എഡിറ്റർ പറഞ്ഞു. ടൈം ട്രാവലർ തന്റെ ഗ്ലാസ് മൗനാനായ മനുഷ്യന്റെ നേരെ നീക്കിവെച്ച് നഖം കൊണ്ടതിലൊന്നു തട്ടി. ആ മുഖത്തു തന്നെ നോക്കിയിരുന്നു. അയാൾ ഇവരച്ചു ഉന്ന നൈൻ പകർന്നു നൽകി.
ബാക്കി സമയം അത്ര സുഖകരമായിരുന്നില്ല. എനിക്ക് ചോദിക്കാൻ 100,000 ചോദ്യങ്ങളുണ്ടായിരുന്നു. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ. പത്രപ്രവർത്തകൻ അന്തരീക്ഷം ലഘൂകരിക്കാൻ ചില കഥകൾ പറഞ്ഞു തുടങ്ങി. ടൈം ട്രാവലർ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു ഭിക്ഷക്കാരനെപ്പോലെ ആർത്തി പിടിച്ചാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. ഡോക്ടർ ഒരു സിഗരറ്റ് വലിച്ച് കണ്ണിമയ്ക്കാതെ അദ്ദേഹത്തെ നോക്കിയിരുന്നു. മൗനാനായ മനുഷ്യൻ പതിവിലും പരിഭ്രമത്തിലായിരുന്നു. വെപ്രാളത്തോടെ അയാൾ തുടർച്ചയായി ഷാമ്പെയിൻ കുടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ടൈം ട്രാവലർ പാത്രം നീക്കിവെച്ച് ഞങ്ങളെ നോക്കി. ഞാൻ മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വല്ലാത്ത വിശപ്പിലായിരുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അദ്ദേഹം ഒരു സിഗാറിനായി കൈനീട്ടി. വരൂ, നമുക്ക് സ്മോക്കിംഗ് റൂമിലേക്ക് പോകാം. ഈ എണ്ണമയമുള്ള പാത്രങ്ങൾക്ക് മുന്നിലിരുന്ന് പറയാൻ പറ്റിയ കഥയല്ല ഇത്. പോകുന്ന വഴിക്ക് മണി മുഴക്കി അദ്ദേഹം ഞങ്ങളെ അടുത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മെഷീനെക്കുറിച്ച് നിങ്ങൾ ഇവരൊക്കെ പറഞ്ഞോ? പുതിയ അതിഥികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ചാരുകസേരയിലേക്ക് ചാരിയിരുന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. പക്ഷേ അതൊരു വെറും പാരഡോക്സ് അല്ലേ? എഡിറ്റർ ചോദിച്ചു. എനിക്കിന്ന് രാത്രി തർക്കിക്കാൻ വയ്യ. കഥ പറയാൻ എനിക്ക് മടിയില്ല, പക്ഷേ തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് സംഭവിച്ചത് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ ആരും ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. എനിക്കിത് പറഞ്ഞേ തീരൂ. ഞാൻ പറയാൻ പോകുന്നത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ സത്യമാണ്. ഓരോ വാക്കും സത്യം. വൈകുന്നേരം 4 മണിക്ക് ഞാൻ എൻ്റെ ലബോറട്ടറിയിലുണ്ടായിരുന്നു. അതിനുശേഷം 8 ദിവസങ്ങൾ ഞാൻ ജീവിച്ചു. ഒരു മനുഷ്യനും ഇന്നുവരെ ജീവിച്ചിട്ടില്ലാത്ത 8 ദിവസങ്ങൾ. ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. പക്ഷേ ഇത് നിങ്ങളോട് പറയാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങും. പക്ഷേ ആരും തടസ്സപ്പെടുത്തരുത്. സമ്മതമാണോ? സമ്മതം, എഡിറ്റർ പറഞ്ഞു. ബാക്കിയുള്ളവരും അത് ഏറ്റുചൊല്ലി. അങ്ങനെ ടൈം ട്രാവലർ തൻ്റെ കഥ പറയാൻ തുടങ്ങി. ആദ്യം അദ്ദേഹം കസേരയിൽ ചാരിയിരുന്ന് ക്ഷീണിച്ച സ്വരത്തിലാണ് സംസാരിച്ചത്. പിന്നീട് അദ്ദേഹം ഊർജ്ജസ്വലനായി. ഇതെഴുതുമ്പോൾ പേനയ്ക്കും മഷിക്കും അപ്പുറം ആ നിമിഷങ്ങളുടെ തീവ്രത പകർത്താൻ എനിക്കാവില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളിത് ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടാവാം. പക്ഷേ ആ ചെറിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ വിളറിവെളുത്ത ആത്മാർത്ഥമായ മുഖം നിങ്ങൾക്ക് കാണാനാവില്ല. ആ ശബ്ദത്തിലെ ഇടർച്ചകൾ കേൾക്കാനാവില്ല. കഥയുടെ ഓരോ തിരിവിലും അദ്ദേഹത്തിൻ്റെ മുഖഭാവം എങ്ങനെ മാറിയെന്ന് നിങ്ങൾക്കറിയാനാവില്ല. കേൾവിക്കാരായ ഞങ്ങൾ മിക്കവാറും ഇരുട്ടിലായിരുന്നു. കാരണം സ്മോക്കിംഗ് റൂമിലെ മെഴുകുതിരികൾ കത്തിച്ചിരുന്നില്ല. പത്രപ്രവർത്തകന്റെ മുഖവും മൗനാനായ മനുഷ്യന്റെ കാൽ താഴോട്ടും മാത്രമേ വെളിച്ചം വീണിരുന്നുള്ളൂ. ആദ്യം ഞങ്ങൾ ഇടയ്ക്കിടെ പരസ്പരം നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് നിർത്തി. എല്ലാവരുടെയും കണ്ണുകൾ ടൈം ട്രാവലറുടെ